ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 8.5 സെൻറ്റ് സ്ഥലത്ത് 2100 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു മനോഹരമായ വീടാണ്. വീട്ടിലേക്ക് കടന്നു വരുന്ന വഴിയാണ് ഈ കാണുന്നത്. ഇവിടെ വിരിച്ചിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ ഗ്രാസും നാച്ചുറൽ സ്റ്റോണുമാണ്. മലപ്പുറം ജില്ലയിലെ അരീക്കാട് സ്വദേശികളായിട്ടുള്ള ജംഷീർ മുനീറ ദമ്പതിമാരുടെ വീടാണിത്. വീടിൻ്റെ എക്സ്റ്റീരിയർ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. എന്നാലും നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇൻറ്റീരിയർ ആയാലും സൂപ്പറായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ വീടിന് മൊത്തം കോസ്റ്റ് വന്നിട്ടുള്ളത് 50 ലക്ഷം രൂപയാണ് കേട്ടോ. വീടിൻ്റെ എലിവേഷൻ ഭംഗി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ക്ലാഡിംഗ് ടൈല്, GI വർക്ക്, ഫ്ലാറ്റ് റൂഫ്, ഗ്ലാസ് വർക്ക് എന്നിവയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ വീടിൻ്റെ ഈ ഒരു സൈഡിലേക്കായിട്ടാണ് പോർച്ച് വന്നിട്ടുള്ളത്. പോർച്ചിൻ്റെ പില്ലറിൽ കൊടുത്തിട്ടുള്ളത് ക്ലാഡിംഗ് ടൈലാണ്. ചുറ്റുഭാഗത്തുമായിട്ട് LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ വീടിൻ്റെ എലിവേഷനിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു ഭാഗമാണിത്. ഇവിടെ താഴെ പ്ലാന്റ് ബോക്സ് കൊടുത്ത് അതിൽ നല്ല ഭംഗിയിൽ ചെടികൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് ക്ലാഡിംഗ് ടൈല് കൊടുത്തിട്ടുണ്ട്. അതിന് ചുറ്റിലുമായിട്ടാണ് വിൻഡോസ് വന്നിട്ടുള്ളത്. ഇവിടെ സിറ്റ് ഔട്ടിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ട് 2 സ്റ്റെപ്പുകളാണ് നൽകിയിട്ടുള്ളത്. ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതുമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പത്തിലുള്ളൊരു സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൻ്റെ പില്ലറിൽ നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു സെയിം ക്ലാഡിംഗ് ടൈല് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓപ്പൺ സിറ്റ് ഔട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ 2 വുഡൻ ചെയറുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു സിംഗിൾ വിൻഡോ ആണ് ഫ്രണ്ടിലേക്ക് വരുന്നത്. ഇവിടെ നല്ല ഭംഗിയിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതിൽ ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു സൈഡ് വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ക്ലാഡിംഗ് ടൈല് കൊടുത്ത് ചെയ്തിട്ടുള്ളതാണ്. ഇനി മെയിൻ ഡോറിലേക്ക് വരുമ്പോൾ മഹാഗണി വുഡിൽ ഡബിൾ ഡോർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. ഇടയിലായിട്ട് സ്റ്റീൽ റാഡ് കൊടുത്തിട്ടുണ്ട്. സ്റ്റീലിൻ്റെ ഹാൻഡിലുമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് കയറുന്നത് ലിവിങ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ലിവിങ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ലിവിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കായിട്ടാണ് ഡൈനിങ് ഹാള് വരുന്നത്. ഡൈനിങ്ങിനെയും ലിവിങ്ങിനെയും പാർട്ടീഷൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു പർഗോള കൊണ്ടാണ് കേട്ടോ. പർഗോളയിൽ വുഡല്ല ഉപയോഗിച്ചിട്ടുള്ളത്, വുഡൻ പെയിൻ്റ് ആണ് കേട്ടോ. ഈ ഒരു ലിവിങ്ങിൻ്റെ സൈസ് വരുന്നത് 330x290 ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ടീ ടേബിളാണ്. ഇതിൽ ഗ്ലാസ് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ. ഗ്ലാസ് കൊടുക്കാതെ നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു വുഡൻ കോർണർ സെറ്റിയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ നേരത്തെ പുറത്തു നിന്ന് കണ്ടിട്ടുള്ള ആ ഒരു വിൻഡോ ആണ് കേട്ടോ. പിന്നെ മുകളിൽ ഭംഗിയുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ടെക്സ്ചർ പെയിൻ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇവിടെ ഒരു ഇൻഡോർ പ്ലാന്റും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്ത് നിന്നാണ് നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് കടക്കുന്നത്. ഈ ഒരു ഹാളിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കായിട്ടാണ് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. റൈറ്റ് സൈഡിലേക്കായിട്ട് ബെഡ്റൂമും സ്റ്റെയറും വാഷ് ഏരിയയും വരുന്നുണ്ട്. ഇവിടെ നിന്ന് നേരെ കാണുന്ന ഭാഗത്താണ് കിച്ചണും ഒരു ബെഡ്റൂമും വന്നിട്ടുള്ളത്. ഡൈനിങ്ങിലും നല്ല ഭംഗിയിൽ തന്നെ സീലിംഗ് ചെയ്തിട്ടുണ്ട്. 3 ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്ലോറിലുള്ളത് മോർച്ചാന മാർബിൾ ആണ് കേട്ടോ. 8 സീറ്റോട് കൂടിയിട്ടുള്ള ടേബിളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. വിൻഡോസിന് കൊടുത്തിട്ടുള്ളത് റോമൻ ഗ്ലിൻസ് കർട്ടൻസ് ആണ്. ഈ ഒരു ഭാഗം വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഷോക്കേസിലും പെയിന്റ് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി നല്ല ഭംഗിയിലാണ് ഇവിടെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റെയർ വന്നത് കാരണം വാഷ് ഏരിയ ഒന്നുകൂടി ഭംഗി തോന്നിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നിങ്ങൾക്ക് ഈ വീടിനെ കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കമൻ്റായി ചോദിക്കാവുന്നതാണ്. അപ്പോൾ താഴെ ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിൽ നാനോ വൈറ്റ് ആണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു ബേസിനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിന് മാച്ചായിട്ടുള്ളൊരു ടാപ്പും കൊടുത്തിട്ടുണ്ട്.
പിന്നെ ദാ ഈ ഒരു മിറർ ഈ ഒരു ഭാഗം മൊത്തത്തിൽ തന്നെ ചേഞ്ച് ആക്കി തരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ക്ലാഡിംഗ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം കാണാം. ബെഡ്റൂമിൻ്റെ ഡോറിലും സ്റ്റീൽ റാഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ടീക്വുഡിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 360x350 ആണ് കേട്ടോ. നമ്മൾ കടന്നു വരുന്ന ഭാഗത്ത് തന്നെയാണ് ഇവിടെ വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മൾട്ടിവുഡ് വിത്ത് മൈക്കയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ളൊരു കോട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഹെഡ് വാളിൽ 2 സിംഗിൾ വിൻഡോ ആണ് വരുന്നത്. റൂമിന് മുകളിലായിട്ടും സീലിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ ദാ ഈ ഒരു വാളിൽ ഒരു മിററും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് ബാത്റൂം കൊടുത്തിട്ടുള്ളത്. ബാത്റൂമിൻ്റെ ഡോറ് FRP ആണ്. ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് 150x195 ആണ് കേട്ടോ. വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ ദാ ഇതിനകത്തൊരു ബേസിന് കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റെയറിൻ്റെ ഈ ഒരു ഭാഗത്ത് താഴെയായിട്ട് സ്റ്റോറേജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ സ്റ്റെയറിൻ്റെ ഈ ഒരു ഭാഗത്ത് തന്നെ ഒരു ഫോയർ കൊടുത്തിട്ട് കിച്ചണും റൂമും ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം റൂം കാണാം. ഈ ഒരു റൂമിൻ്റെ സൈസ് വരുന്നത് 360x330 ആണ് കേട്ടോ. അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട്. മുകളിലിതാ ആപ്പിളിൻ്റെ സീലിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ റൂമിലേക്ക് കടന്നു വരുന്ന ഭാഗത്ത് തന്നെയാണ് ഇവിടെയും വാർഡ്രോബ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം സ്റ്റോറേജ് വരുന്നുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു കോട്ടാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്താണ് ബാത്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിന് മുകളിലായിട്ടൊരു സ്റ്റോറേജ് വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം വലുപ്പത്തിലുള്ളൊരു ബാത്റൂം തന്നെയാണിത്. ഇതിൻ്റെ സൈസ് വരുന്നത് 150x165 ആണ്. ഇനി നമുക്ക് കിച്ചൺ കാണാം. കിച്ചൻ്റെ ഡോറ് ചെയ്തിട്ടുള്ളത് വുഡിലും ഗ്ലാസ്സിലും ആണ്. കിച്ചൻ്റെ സൈസ് വരുന്നത് 470x330 ആണ് കേട്ടോ. എല്ലാ സൗകര്യങ്ങളും ഇതിൽ തന്നെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു 4 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലുള്ളൊരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ മുകൾ ഭാഗത്ത് മൊത്തം റാക്ക് കൊടുത്ത് അതിന് ഡോറ് നൽകിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ധാരാളം സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ദാ ഈ ഒരു കിച്ചണിൽ തന്നെ ഇവിടെ ഒരു സ്റ്റോർ റൂമും വരുന്നുണ്ട്. ഈ ഒരു റാക്കിന് മൊത്തം ഡോറ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ദാ കിച്ചണിലേക്ക് വരുമ്പോൾ കിച്ചണിൻ്റെ റാക്ക് L ഷേപ്പിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ അപ്പർ ക്യാബിനറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോർണറിലായിട്ടാണ് മിക്സിക്കും എയർ ഫ്രയറിനൊക്കെ ഉള്ള പോയിന്റ് ചെയ്തിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് കബോർഡ്സ് ചെയ്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പ് സ്ലാബിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിനകത്തായിട്ട് തട്ട് ചെയ്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിൽ നാനോ വെയിറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സ്ക്വയർ ഫീറ്റിന് 500 സംതിങ് വരുന്നുണ്ട് കേട്ടോ. 3 ബർണർ ഗ്ലാസ് സ്റ്റൗ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് തന്നെ ത്രിബിൾ വിൻഡോ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റവിന് താഴെയായിട്ടാണ് ഡ്രോയറുകൾ കൊടുത്തിട്ടുള്ളത്.
ഇനി നമുക്ക് ഇവിടുത്തെ വിറകടുപ്പ് കാണാം. ഈ ഒരു വിറകടുപ്പ് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. കാരണം ഇതിൽ ഗ്രില്ല് ചെയ്യാനുള്ളതുണ്ട്. മൊത്തം സ്റ്റീലാണ് വരുന്നത്. ഈ ഒരു അടുപ്പ് തന്നെ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ളൊരു വീട്ടിലും ചെയ്തിട്ടുണ്ട്. രണ്ടും നൈബേഴ്സാണ് കേട്ടോ. ഇത് കണ്ടതിന് ശേഷമാണ് കേട്ടോ അവരും ചെയ്തിട്ടുള്ളത്. എന്തായാലും നല്ല അഭിപ്രായമാണ്. പിന്നെ ദാ ഈ ഒരു ഭാഗത്തേക്കായിട്ടാണ് സിങ്ക് കൊടുത്തിട്ടുള്ളത്. സിങ്കിന് മുകളിലായിട്ട് പാത്രം വെക്കുന്ന സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. വൈറ്റ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു കിച്ചൺ വന്നിട്ടുള്ളത്. ഇവിടെ വെളിച്ചത്തിൻ്റെ കുറച്ചൊരു ബുദ്ധിമുട്ട് കാണുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത് ക്ലിയർ ആകാത്തത് കേട്ടോ. നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗി തോന്നിക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റെയർ നോക്കാം. സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിൽ ചെയ്തിട്ടുള്ളത് ഗ്ലാസ്സിലും വുഡിലുമാണ്. സ്റ്റെപ്പിൽ ലപ്പോത്ര ഗ്രാനൈറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സൈഡിൽ മാർബിൾ തന്നെയാണ് കേട്ടോ. നമ്മൾ സ്റ്റെപ്പ് കയറി വരുമ്പോൾ ചെറിയൊരു ലാൻഡിങ് വരുന്നുണ്ട്. അതിൽ നല്ലൊരു ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു ടെക്സ്ചർ പെയിൻറ് തന്നെയാണ്. ഇങ്ങനെയാണ് സ്റ്റെയറിൻ്റെ ആ ഒരു ഏരിയ വരുന്നത് കേട്ടോ. ഇവിടെ മുകളിലായിട്ട് നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്ത് സീലിങ്ങും ചെയ്തിട്ടുണ്ട്. വാളിലായിട്ടൊരു ഫ്രെയിം കൊടുത്തിട്ടുള്ളതാണ്. ഇനി നേരെ നമ്മൾ കയറി വരുന്നത് ഒരു ഹാളിലേക്കാണ്. ഹാളിൻ്റെ മുകളിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഹാളിൻ്റെ റൈറ്റ് സൈഡിലേക്കായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത്. ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ബെഡ്റൂമും, അതായത് നമ്മൾ സ്റ്റെയർ കയറി വരുന്ന ഭാഗത്ത് തന്നെ കേട്ടോ. ഇവിടെ പ്രത്യേകിച്ച് സെറ്റിങ്സ് ഒന്നും ചെയ്തിട്ടില്ല. അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ബാത്റൂമിന് കൊടുത്തിട്ടുള്ളത് ഫൈബർ ഡോറാണ്. നേരത്തെ കണ്ടിട്ടുള്ള ബാത്റൂം സൈസ് തന്നെയാണ് കേട്ടോ. നല്ലൊരു കളർ കോമ്പിനേഷൻ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഡാർക്ക് ഗ്രേ ആൻഡ് ലൈറ്റ് ഗ്രേ ആണ്. ഇനി ഇതിനോട് ചേർന്ന് തന്നെയാണ് ഇവിടെ ബാൽക്കണി വരുന്നത്. ബാൽക്കണിക്ക് സ്റ്റീലും ടഫൻ ഗ്ലാസ്സിലും ചെയ്തിട്ടുള്ള ഹാൻഡ് റെയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നിന്ന് ഓപ്പൺ ടെറസ് വരുന്നുണ്ട്. അവിടെ GI ആണ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു കോമൺ ബാത്റൂം കാണാം. ഇത് ലെങ്തി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയും ഫർണിഷിങ് ചെയ്തിട്ടില്ല കേട്ടോ. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇതെല്ലാം താഴെ വന്നിട്ടുള്ള അതേ അളവിൽ തന്നെയാണ്. ഇവിടെ ഇവർ യൂസ് ചെയ്യാറില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള ആളും ഈ വീട്ടിലില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഈ വീഡിയോയിൽ കാണും കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് നല്ലൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് കാണുന്നത് വരെ ബൈ.